ദീപക്, നീ എവിടെയാടാ? എത്ര ടൈമായി ഞാൻ വിളിക്കുന്നു. ഭാവി അമ്മായിയച്ഛനാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ വിളമ്പിട്ട്. ആക്ച്വലി നീ ഇപ്പൊ എവിടെയാ? നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. രഞ്ജുവിനോടും നെവലിനോടൊക്കെ ചോദിച്ചപ്പോ നീ ഉച്ചവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്താടാ നീ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നേ? അച്ഛനോട് നീ എന്തെങ്കിലും സംസാരിച്ചോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, ഞാൻ വിളിക്കാം. എടി ലതിക, ഞാൻ അവരോട് എന്ത് പറയൂടി? നീ പോടാ സക്കരെ, പോയി വല്ല പണിയും നോക്ക്. അവര് ബോംബെന്ന് വന്നേടി. ബോംബെ എന്നൊക്കെ പറയും, വരുമ്പോഴേ വല്ല പാണ്ടിലോറി ആയിരിക്കും. പഴയതൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയി തരാടി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. ദേവറിനെ കൈവച്ച് തന്നാണ്ടല്ല ഒരു അടവുമായിട്ട് വന്നിരിക്കുന്നു. ഇറങ്ങി പോടാ അവിടെ ഒരു പണി നിർത്തിന്ന് വന്ന് ജന്മം. അപ്പൊ സിന്ധു, നമ്മുടെ പഴയ സക്കീർ വന്ന് വിളിച്ചടി. അവനെ ബോംബെന്ന് ആൾക്കാരെ കൊണ്ടുവന്നേക്കുന്നു. അവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറ. ഒന്ന് പോകാൻ പറയടി, നീ കേട്ടു വാ. ഹലോ, ആണോ? അത് ശരി. ഞാൻ സ്റ്റേഷനിലേക്ക് വരാം, രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഓക്കെ? ഇങ്ങനെ സംശയിച്ച് നോക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നീ പറയുന്നേ? നിങ്ങൾ പോലീസുകാർ തന്നെ ഓരോന്ന് പറഞ്ഞു ചെയ്യിക്കും, എന്നിട്ടൊന്നും അറിയാത്ത പോലെ ഓരോ ചോദ്യങ്ങളും. ഈ സാറും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു വിട്ടപ്പം? ഞാനോ? എടീ, അത് ഈ സാറല്ല, അത് കുറച്ചുകൂടി ചെറുപ്പമുള്ള സാറായിരുന്നു. ആ മോന്തിക്കിട്ടായിരുന്നു നോക്കുന്നു. കരയാൻ പറഞ്ഞപ്പോ അങ്ങ് കരഞ്ഞു. എന്നിട്ട് കാശ് മുഴുവൻ കിട്ടിയോ? 5ന്റെ കാശ് കുറവില്ലാണ്ട് കിട്ടി. എന്നാ പോയിക്കോളൂ. കണ്ടോടി, കാശ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ട്. സാറേ, SIയുടെ ചാർജ് മാത്രമേ ഉള്ളൂ. അതിബുദ്ധി കാണിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെക്കില്ലേ. അതിന് അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ടടോ. കണ്ണ് തുറന്ന് പിടിച്ചാൽ മതി. ബോഡി ഹോസ്പിറ്റലിൽ എത്തുന്നത് 12:30. നമ്മൾ ഏകദേശം 12:45 ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുപോകാൻ റെഡി. ചുരുങ്ങിയത് 45 മിനിറ്റെങ്കിലും വേണ്ടേ പോസ്റ്റ്മോർട്ടത്തിന്? പിന്നെ ഇതെങ്ങനെ 15 മിനിറ്റ് കൊണ്ട് നടത്തി? അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ വൈകിയതല്ല, അവർ കാര്യങ്ങൾ നേരത്തെ ആക്കിയതാണ്. എന്റെ സാറേ, ഇത് പിള്ളേര് കുട്ടിയും കോലും കളിച്ച കേസല്ല. ഇതിന്റെ പുറകെ വെറുതെ തൂങ്ങണ്ട. അല്ല, ഇത്ര തിരക്ക് കൂട്ടി സത്യനാഥൻ ആ ബോഡി എവിടെയാ കൊണ്ടുപോയെന്ന് അറിയണ്ടേ? ജോസേ, അത് കണ്ടെത്തണം. ആ ബാക്ക് ഡോർ ഒന്ന് തുറക്കടാ. പെട്ടെന്ന് തുറക്കടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. വേഗം തുറക്കടാ. പറഞ്ഞു കേട്ടില്ലടാ. തുറക്കടാ വാതിൽ. തുറക്കാനല്ലേ പറഞ്ഞേ? നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതെന്താടാ ഇങ്ങനെ? ബന്ധുക്കളാരുമില്ലേ? ഞാനാ അവന്റെ ബന്ധു.
പ്രോബ്ലം ഉണ്ടായോ? CI സത്യനാഥൻ സാറും അച്ഛനും എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. CA അയാള് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫസറും അച്ഛനും വക്കീലും അങ്ങനെ വേറെ ആരൊക്കെയോ ഉണ്ട്. അച്ഛൻ ഇത്ര ടെൻഷനായി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ പിന്നെ വിളിക്കാം.